അനുഭവം പറയാൻ വേണ്ടിയാണ് കുർബാനെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ ഇടത്ത് കിടത്തുള്ളൊരു പാണ്ടി എന്ന് പറഞ്ഞിരിക്കുക. പാണ്ടി നമ്മളുടെ പേര് ഒരു പ്രദേശമാണ്, ഒരു ദ്വീപിനകത്തുള്ള പള്ളിയാണ്. ഈ സമയത്ത് ഒരിക്കലും ഞാനിങ്ങനെ ദീപികാരൻ വെച്ച് ഇങ്ങനെ ഉറ കേട്ട് ഇങ്ങനെ കർത്താവിനെ ആരാധിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് കയ്യിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു, ഫോൺ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കോള് വന്നു. ശക്തമായ പ്രേരണ എടുക്കാനായിട്ട് പ്രേരണ ഫോൺ എടുത്തപ്പോഴേക്ക് കേൾക്കുന്നത്, അച്ഛൻ ഞാൻ ജിജിയാണ്, എൻ്റെ ഒരു വർഷത്തെ അധ്വാനം കൊണ്ട് തകരാൻ പോവുകയാണ്. ജനപറ്റി കൂടെ അപ്പോൾ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി ചെയ്ത എല്ലാ പാടത്തെ കൃഷിയും നശിക്കാൻ പോവുകയാണ്. അപ്പം ഞാനാണ് കൃഷിക്കാരൻ മനസ്സിലായി. അപ്പോൾ അവിടെ ഈ കുട്ടനാടൻ പ്രദേശത്ത് ഇങ്ങനെ കൊയ്ത്താകുമ്പോഴേക്ക് മെഷീൻ വന്ന് കൊയ്യും. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇവളുടെ കണ്ടം മാത്രം താഴെയാണ്. അപ്പം കണ്ടം ഈ മെഷീൻ ഇറങ്ങത്തില്ല ഇങ്ങോട്ടേക്ക്. അപ്പം മൊത്തം മെഷീൻ കട്ടിങ് കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ കണ്ടെങ്കിൽ മെഷീൻ ഇറങ്ങി കൊയ്യാനായിട്ട്. പിറ്റേ ദിവസമാണ് ഇറങ്ങി കൊയ്യേണ്ടത്. അപ്പോൾ ബാക്കി എല്ലാ കൊയ്ത്തും കഴിഞ്ഞു. ഇവളുടെ കൊയ്ത്ത് മാത്രമേ നടക്കാനുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ഇവളുടെ കൊയ്ത്ത് ഇറങ്ങി കൊയ്യണം. ആ സമയത്ത് പെട്ടെന്ന് ഒരു 4-5 പിടിക്കുമ്പോൾ മഴക്കാറ് കയറി. ഇങ്ങനെ മഴക്കാറ് ഇങ്ങനെ നിൽക്കുക. അച്ഛൻ നോക്കി, അച്ഛാ ഭയങ്കര മഴക്കാറ്, അച്ഛൻ എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാണ്, നമ്മുടെ മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഞാൻ നിവത്സിക്കുക. ഞാൻ പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നലുണ്ടായിട്ട് ഇങ്ങനെ ദിവ്യകാരനെ കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയിട്ട് ഇങ്ങനെ ദിവ്യനെ പിടിച്ചോണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആശ്രയിച്ച് ചെയ്യുമ്പോൾ, ദിവ്യകാരൻ മേഘമേ നീ മുറിഞ്ഞു പോകും, നാളെ പാണ്ടിയിൽ കൊയ്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ട് പറയും. എൻ്റെ കണ്ണുകൊണ്ട് കാണുക മക്കളെ, എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. ബ്ലേഡ് കൊണ്ട് കടലാസ് മുറിക്കുന്നത് പോലെ ഇതിങ്ങനെ മുറിയാണ്. ഈ മേഘം അങ്ങോട്ട് മുറിഞ്ഞു പോകുന്നു, ഈ മേഘം ഇങ്ങോട്ട് മുറിഞ്ഞു പോകുന്നു. ഇത് കണ്ണുകൊണ്ട് കാണുകയാണ്. അവിടെ നിന്ന് 4-5 കിലോമീറ്റർ അപ്പുറമുള്ള പച്ചയിലും 5-6 കിലോമീറ്റർ അപ്പുറമുള്ള എടത്തുവായിലും 5-6 കിലോമീറ്റർ അപ്പുറമുള്ള ഹരിപ്പാടും പ്രകൃതിയായിട്ട് മഴ പെയ്തു. പക്ഷെ പാണ്ടിയിൽ അന്ന് രാത്രിയിൽ ഒരു തുള്ളി വെള്ളം വീണില്ല, ഒരു തുള്ളി വെള്ളം വീണില്ല. പിറ്റേ ദിവസം വിത്ത് നടന്നു. ഇതാണ് ദൈവകാരൻ്റെ, ഇതാണ് വിശുദ്ധകുർബാന. കാരണം അത് ഈശോമിശിഹായാണ്. ഈശോമിശിഹ എല്ലാത്തിനും ഉപരിയാണ്, ഉന്നതനാണ്, മഹോന്നതനാണ്, അവൻ ദൈവമാണ് അല്ലേ? അവൻ അതികായനാണ്, അവൻ സർവശക്തനാണ്, അവൻ ഏകദൈവമാണ്, ലോകരക്ഷകനാണ് അല്ലേ? അവന് പറ്റും, യേശുവിനത് പറ്റും. നമുക്ക് ആ ഈശോ വിശ്വസിക്കാം, വിശ്വാസം വർദ്ധിപ്പിക്കാം, കുർബാനയെ സ്നേഹിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഭ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.